എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് ഓരോ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ്. ചില ലക്ഷ്യങ്ങൾ ചെറുതാണ്, ചില ലക്ഷ്യങ്ങൾ വലുതുമാണ്. എന്ന് വെച്ചാൽ ലോങ് ടൈം ഗോൾസ് ആൻഡ് ഷോർട്ട് ടൈം ഗോൾസ്. ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ദിവസത്തിൽ അനേകം ഗോളുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ടാസ്കുകൾ എന്ന് പറയാം. അതെല്ലാം ഷോർട്ട് ടൈം. എന്നാൽ ലോങ് ടൈം എന്ന തലത്തിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ, ഭാവിയെ കൃത്യമായി കരുപിടിപ്പിക്കാൻ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ഗോൾ സെറ്റിങ്ങിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. എന്താണ് ഗോൾ, എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഇന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: നോ ഗോൾ ഓർ ഡ്രീം ഈസ് ഇമ്പോസിബിൾ ടു അച്ചീവ്. അപ്പൊ ചിന്തിക്കും, എല്ലാ ഗോളും എല്ലാ ഡ്രീംസും സാധ്യമാകും. നമ്മൾ സ്വപ്നം കാണുന്ന സ്വപ്നങ്ങളെല്ലാം സാധ്യമാവും. നമ്മൾ ആഗ്രഹിച്ച് ലക്ഷ്യം വയ്ക്കുന്നതൊക്കെ സാധ്യമാവും, നിർബന്ധമില്ല. അവിടെയാണ് ഗോൾ സെറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ഏതൊക്കെ രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യണം, എന്തായിരിക്കണം നമ്മുടെ ഗോള്, എങ്ങനെയാണ് നമ്മുടെ ഗോള് എന്ന് നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. സാധാരണ കേസിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യകത എന്താണ്? നമ്മൾ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നത്തിലേക്ക് എത്താൻ എന്താണ് വഴി? എളുപ്പ വഴിയെന്നോ ഹാർഡായിട്ടുള്ള വഴിയെന്നോ പറയാം. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നത്തിലാകാം നമ്മൾ നടക്കുന്നത്. അത് നമുക്ക് അനുയോജ്യമായ സ്വപ്നമാണോ, ലക്ഷ്യമാണോ? നമ്മൾ കാണുന്നത് നമ്മൾക്ക് നേടാവുന്ന സ്വപ്നമാണ്? ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര. അതുകൊണ്ട് തന്നെ പല ലക്ഷ്യങ്ങളും നമുക്ക് ഉദ്ദേശിച്ച പോലെ നിറവേറ്റാൻ സാധിക്കുന്നില്ല, ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നില്ല. ചിലത് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും, ചില പ്രത്യേക സമയത്ത് നമ്മളത് നിർത്തും, മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകും. അങ്ങനെ അനേക ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ചെന്നെത്താൻ നമ്മളെ കൊണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെ ജീവിതത്തിൻ്റെയും പ്രത്യേകത. ഇവിടെയാണ് മഹാനായ അരിസ്റ്റോട്ടിൽ പറയുന്നത്, മാൻ ഈസ് എ ടെലോളജിക്കൽ ഓർഗനൈസേഷൻ. ടെലോ എന്ന് പറഞ്ഞാൽ പർപ്പസ് അല്ലെങ്കിൽ മീനിങ് എന്ന്. അപ്പൊ നമ്മൾ എന്തോ ഒരു പർപ്പസിന് വേണ്ടി, ഒരു മീനിങ്ങിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ദിവസവും നമ്മൾ അതിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് അതെന്താണെന്ന് അറിയില്ല. ഒരു പുഴയുടെ ഒഴുക്കിൽ ഒഴുകുന്നത് പോലെ അങ്ങ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിട്ടല്ല ഒഴുകുന്നത്. പക്ഷെ എന്നാൽ ചിലരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അധികം പേർക്കും ആ ലക്ഷ്യമില്ല. ഈ ഒഴുക്കിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പോകുന്ന വഴിക്ക് ചില ലക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കും, ചിലത് നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് മാറി. എന്തായാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് പ്രധാനമായും ഹാപ്പിനെസ്, സന്തോഷകരമായ ഒരു ജീവിതം. അതിനുള്ള സാധ്യതകളെല്ലാം നമ്മളിൽ ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെ കണ്ടെത്തും, അതിനെ എങ്ങനെ പ്രകടിപ്പിക്കണം, ഈ സന്തോഷം നമുക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറാം, ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ചിലർക്ക് പണമാണ്, സമ്പത്താണ്, അല്ലെങ്കിൽ ജീവിതമാണ്, കൂട്ടുകാരാണ്, അങ്ങനെ പല പല തരത്തിലുള്ള ജീവിത ലക്ഷ്യങ്ങളുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും അവസാന വാക്കെന്ന് വെച്ചാൽ ഹാപ്പിനെസ് തന്നെയാണ്. ഈ സാധ്യതകൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഹാപ്പിനെസ്സിനുള്ള ഉറവിടം, ഹാപ്പിനെസ്സിന്റെ കൂട്, സന്തോഷത്തിന്റെ കൂട് നമ്മുടെ ഉള്ളിലുണ്ടെന്നർത്ഥം. ആ കൂട് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി മാറാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മളിൽ സംജാതമാകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഹാപ്പിനെസ് റിസൾട്ട്സ് ഫ്രം മൂവിങ് ടുവേഴ്സ് സംതിങ് വി വാണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ സ്വപ്നം കണ്ടതുപോലെ നമ്മൾ എത്തിച്ചേരുമ്പോൾ അവിടെ ഹാപ്പിനെസ് ഡെവലപ്പ് ചെയ്യും, അനുകൂലമായ ചലനങ്ങൾ സൃഷ്ടിക്കുക. അപ്പൊ നമുക്ക് സന്തോഷം നൽകുന്ന തരത്തിലുള്ള ചലനങ്ങൾ നമ്മൾ സൃഷ്ടിച്ച് ഉണ്ടാക്കുമ്പോഴാണ്
നമ്മുടെ പർപ്പസിലേക്ക് നമ്മൾ എത്തുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ കഴിവിനെ കുറിച്ച് എന്താണ് നമ്മുടെ അഭിപ്രായം? എൻ്റെ കഴിവിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പറ്റുന്നതാണ് നമ്മുടെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? നമ്മുടെ മനസ്സിൽ നെയ്തു കൂട്ടിയിട്ടുള്ള സ്വപ്നങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ വളരെ ഈസി ആയിട്ട് സാധിച്ചു തരുന്നതാണ് നമ്മളിലുള്ള കഴിവുകൾ. നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പരിമിതികളെ മറികടക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കഴിവ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ഈ പരിമിതികളെ, ചില പരിമിതികൾ നമ്മുടെയാണ്, ചില പരിമിതികൾ മറ്റുള്ളവരുടെയാണ്. അപ്പൊ ഈ പരിമിതികളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ പറ്റുന്ന തരത്തിലുള്ള കഴിവ് നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. നമ്മുടെ കഴിവിനെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് നമ്മുടെ കഴിവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരും. ആ 1 മിനിറ്റ് സമയത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറിയ വട്ടങ്ങൾ വരയ്ക്കുക. 1 മിനിറ്റ് കൊണ്ട് എത്ര കൂടുതൽ വട്ടങ്ങൾ വരയ്ക്കാൻ സാധിക്കുമോ അത്രമാത്രം നമ്മുടെ കഴിവിനെ അത് പ്രതിഫലിപ്പിക്കും. അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? വട്ടം വരയ്ക്കുന്നതിന് മുമ്പ് 1 മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര വട്ടങ്ങൾ വരയ്ക്കാൻ സാധിക്കുമെന്ന് ആദ്യം പേപ്പറിൽ എഴുതുക. ഒരു പേപ്പറും പെൻസിലും ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൊണ്ട് എത്ര വട്ടങ്ങൾ എനിക്ക് വരയ്ക്കാൻ സാധിക്കുമെന്ന് ഞാൻ എന്നെക്കുറിച്ച്, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരു തീരുമാനമെടുത്ത് അവിടെ എഴുതി വെക്കുക. പേപ്പറിൽ എഴുതി, പേപ്പറിന്റെ മുകളിൽ എഴുതി വെക്കുക. അതിനുശേഷം ഞാൻ 1 മിനിറ്റ് സമയം തരാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ തയ്യാറാകുക. പേപ്പർ എടുക്കുക, പെൻസിലോ പേനയോ എടുക്കുക, ഇരിക്കുന്ന സ്ഥലമൊക്കെ ക്ലിയർ ചെയ്യുക. അതിനുശേഷം പറയുന്ന സമയത്ത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, വട്ടം വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ 1 മിനിറ്റിൽ എത്ര വട്ടങ്ങൾ വരയ്ക്കാൻ സാധിക്കും എന്നാദ്യം നമ്മൾ സ്വയം എസ്റ്റിമേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം വേണം വട്ടങ്ങൾ വരയ്ക്കാൻ തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് ചെയ്യുകയാണ്. പേപ്പറുകളും പേനയൊക്കെ റെഡിയാക്കി വെച്ചോളൂ. ഞാൻ ടൈമറിലേക്ക് പോവുകയാണ്. ടൈമറിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങുക. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട്. ടൈമർ വന്നില്ല, 1 സെക്കൻഡ്. ഓക്കെ, പേപ്പറും പേനയും എല്ലാം റെഡിയാണെന്ന് വിചാരിക്കുന്നു. സമയം തുടങ്ങിയാണ്. 1 മിനിറ്റ് സമയം. അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ട് എത്ര വട്ടങ്ങൾ വരയ്ക്കുമെന്ന് പേപ്പറിന്റെ മുകളിൽ എഴുതി വെക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. 1 സെക്കൻഡായി. പെട്ടെന്ന് വരച്ചോളൂ. നല്ല ക്ലിയർ ആയിട്ട്, ലെജിബിൾ ആയിട്ട്, മനസ്സിലാകുന്ന രീതിയിൽ പെട്ടെന്ന് വരയ്ക്കുക. 1 മിനിറ്റ് സമയമേ ഉള്ളൂ. തുടർച്ചയായി വരച്ചുകൊണ്ടിരിക്കുക. മാക്സിമം വേഗത്തിൽ, സ്പീഡിൽ. ഏകദേശം 30 സെക്കൻഡിനോട് അടുക്കുകയാണ്. വീണ്ടും 30 സെക്കൻഡ് കൂടി ഉണ്ട്. കണ്ടിന്യൂസ് ആയി വരച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വരയ്ക്കുക. നമ്മുടെ കപ്പാസിറ്റി കൃത്യമായിട്ട്, നമ്മുടെ കഴിവ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായി വരച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 7 സെക്കൻഡ് മൈനസ് 86, 87. യെസ്, സമയം പൂർത്തിയായി. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ വരച്ച വട്ടങ്ങൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കുക. എത്ര വട്ടങ്ങൾ വരച്ചു എന്ന് കൃത്യമായിട്ട് എണ്ണി നോക്കുക. ആദ്യമേ നമ്മൾ എഴുതിയിട്ടുണ്ട് എത്ര വട്ടങ്ങൾ വരയ്ക്കാൻ എനിക്ക് സാധിക്കുമെന്ന്. നമ്മുടെ മനസ്സിന്റെ കരുത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എത്ര വട്ടങ്ങൾ വരച്ചു എന്ന് കൃത്യമായിട്ട് ഒന്ന് എണ്ണി നോക്കുക.
ചിലവർ 30 എന്നാണ് എഴുതിയത്, ചിലർ 50, ചിലർ 60, ചിലർ 100. അങ്ങനെ എഴുതിയതിൽ നിന്ന് നമ്മുടെ കഴിവ് എത്രയാണെന്ന് കൃത്യമായിട്ട് ഈ വട്ടം വരയ്ക്കുന്നതിലൂടെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. 30 എഴുതിയ ആൾ 60 ആയിരിക്കാം, 60 എഴുതിയ ആൾ 100 ആയിരിക്കാം, അല്ലെങ്കിൽ 150 എഴുതിയ ആൾ ഒരുപക്ഷെ 100-നുള്ള കപ്പാസിറ്റി ഉള്ള വ്യക്തിയാകാം. അപ്പൊ അങ്ങനെ നമ്മളുടെ ആദ്യം എഴുതിയ നമ്പറും ഇപ്പോൾ നമ്മൾ വരച്ച അല്ലെങ്കിൽ വരച്ച് കിട്ടിയ നമ്പറും തമ്മിൽ എപ്പോഴും ഒരു വ്യത്യാസം. ആ വ്യത്യാസമാണ് നമ്മുടെ കഴിവിന്റെ ശക്തി. ചിലർക്കൊക്കെ ഡബിൾ ആണ്, പ്രതീക്ഷിച്ചതിലും ഇരട്ടി വട്ടങ്ങൾ വരയ്ക്കാൻ സാധിച്ചു. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ഇനി 1 സെക്കൻഡും കൂടെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 1 മിനിറ്റും കൂടി എടുത്തുകൊണ്ട്, 60 സെക്കൻഡും കൂടി എടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി വരച്ചാൽ അത് കൃത്യമായിട്ട് ഇത്ര നമ്പർ വരയ്ക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വരച്ചാൽ ഏകദേശം നമ്മുടെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലായി. ഇനി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നതിനേക്കാളും കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി, നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റി ഇതാണ്. ഈ കപ്പാസിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ, ഇപ്പൊ ഞാൻ ഇനി 100, ഇപ്പോൾ 30 എഴുതിയ ആള് 80 വരച്ചു, ഇനി ഞാൻ 100 വരയ്ക്കുമെന്നുള്ള ചിന്തയിൽ വട്ടം വരയ്ക്കാൻ 1 മിനിറ്റ് സമയമെടുത്താൽ തീർച്ചയായും 110, 120 വരയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിയുന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ കപ്പാസിറ്റി തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിയും. ഒരുപക്ഷെ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കൂടുതലാണ് നമ്മുടെ കപ്പാസിറ്റി, ഇല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്തതിന് അത്രയുമില്ല. അപ്പൊ ആ എസ്റ്റിമേറ്റ്, നമ്മളുടെ റിയൽ കപ്പാസിറ്റി എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നതിനുള്ള ആദ്യത്തെ വഴിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ വീണ്ടും 1-2 പ്രാവശ്യം 1 മിനിറ്റ് കൊണ്ട് വീണ്ടും വീണ്ടും വട്ടം വരച്ച് കൃത്യമായി നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന്, നമ്മുടെ കഴിവ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ അപ്പോൾ ഒത്തിരി വഴികളുണ്ട്. പക്ഷെ ഏത് വഴി തിരഞ്ഞെടുത്താൽ നമ്മൾ ലക്ഷ്യത്തിലെത്തും? ഓരോ വഴികളിലൂടെയും പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ മാറും. ഇപ്പൊ യഥാർത്ഥത്തിൽ വഴികൾ ഏതാണെന്നോ ലക്ഷ്യം ഏതാണെന്നോ കൃത്യമായിട്ട് നിർവചിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റാൻ സാധ്യത. അവിടെയാണ് കൃത്യമായി ഗോള് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ ഗോൾ എന്താണോ അത് കൃത്യമായി ആ ഗോളിലേക്ക് തന്നെ എത്താൻ അനേകം വഴികളുണ്ടെങ്കിലും നമ്മൾ പോകുന്ന വഴികളിൽ തന്നെയാണ് നമ്മുടെ ഗോൾ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഗോളിൽ എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ കൃത്യമായി കണ്ടെത്തേണ്ടത്. പലപ്പോഴും നമ്മുടെ ഗോള് കൽക്കരി പോലെ കറുത്ത് ഷേപ്പില്ലാത്ത പൊടിയും കരിയൊക്കെ പുരണ്ടതായി നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അതിനെ തുടച്ച് മിനുക്കി മനോഹരമായ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റണം. ഇങ്ങനെ വജ്രമാക്കി മാറ്റാൻ വേണ്ടി പലപ്പോഴും നമുക്ക് ചില മാതൃകകൾ, ചില മോഡൽസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ചില മോഡൽസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാതുര സേവനത്തിൽ മദർ തെരേസ നല്ലൊരു മോഡൽ, നമ്മുടെ അധ്യാപകരുടെ മോഡലാണ്. ചില കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ അവർക്ക് അധ്യാപകരാണെന്ന് പറയും, അതിനുശേഷം അവര് പോലീസുകാരാകണമെന്ന് പറയും, പൈലറ്റ് ആകണമെന്ന് പറയും, ഡ്രൈവർ ആകണമെന്ന് പറയും. അപ്പൊ ഇവിടെ എല്ലാം കൃത്യമായ ഒരു ലക്ഷ്യം കണ്ടിട്ടാണ്, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മാതൃകയെ കൃത്യമായി കണ്ടിട്ടാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത്. കുറെ കഴിയുമ്പോൾ ആ മോഡൽസ് ഒക്കെ മാറും. അപ്പൊ നമ്മുടെ വ്യക്തമായ ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പറ്റുന്നവരിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും സച്ചിൻ തെണ്ടുൽക്കറോ വിരാട് കോഹ്ലിയോ പോലുള്ള നല്ല ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെ മോഡൽസ്, അവരുടെ പ്രവർത്തികൾ, രീതികൾ, ചെയ്യുന്ന മാതൃകകൾ എല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ വീൽ ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഫൈനൽ എൻറ്റിറ്റി, അവസാനത്തെ ലക്ഷ്യം ഹാപ്പിനെസ് ആണ്. അപ്പൊ അതിലേക്ക് എത്താൻ നമ്മുടെ ജീവിതം ചക്രം ഇങ്ങനെ ചലിക്കുമ്പോൾ കുറേ ഫാക്ടേഴ്സ്, ഫാമിലിയുണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്, ഫിനാൻസ്, സാമ്പത്തികമുണ്ട്, കരിയർ, ജോലി, അതുപോലെ തന്നെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ ശക്തി, സോഷ്യൽ ലൈഫ്, പുറത്തുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം, അതുപോലെ പേഴ്സണൽ, വ്യക്തിപരമായ നമ്മുടെ ഗ്രോത്ത്, ഇതെല്ലാം പല പല ഫാക്ടേഴ്സാണ്. അത് മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇതെല്ലാം വരും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചോളം ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം വീൽ ഓഫ് ലൈഫിൽ. അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിപരമായ ഉയർച്ച, എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ സെൽഫ് എസ്റ്റീം, ഇതൊക്കെ എത്രമാത്രം കൂടുതലുണ്ടോ അത്രമാത്രം എനിക്ക് തിളങ്ങി നിൽക്കാൻ സാധിക്കും.
കുട്ടികൾക്ക് അത് ഉള്ളവർക്ക് കൃത്യമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ. പാട്ട് പാടണോ? ഓക്കെ, എഴുന്നേറ്റ് നിന്ന് എനിക്ക് പാട്ട് പാടണമെന്ന് പറയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റീസ് എനിക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അതൊക്കെ, ഡാൻസ് കളിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഡാൻസ് ഞാൻ കളിക്കാമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ റിലേഷൻഷിപ്പ്, സുഹൃത്തുക്കളും കൂട്ടുകാരും അധ്യാപകരും നമ്മുടെ വീട്ടുകാരും ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു കരിയർ, കുട്ടികൾ എന്ന നിലയിൽ കരിയർ വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു ജോലി നേടുക, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഫിനാൻസ്, സ്പിരിച്വാലിറ്റി, ഇങ്ങനെയുള്ള സോഷ്യൽ ലൈഫ്, ഇതെല്ലാം കൂടുതലും മാതാപിതാക്കളുമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ജീവിതചക്രം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഇതിലെല്ലാം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ കൃത്യമായ ഗോൾ വേണം. ഹെൽത്തിനെ കുറിച്ച് ഗോൾ വേണം. കരിയർ, ഞാൻ എന്തായി തീരണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഗോൾ വേണം. എൻ്റെ പേഴ്സണൽ ഗ്രോത്തിനെ സഹായിക്കുന്ന കുറെ ഗോളുകൾ എനിക്കുണ്ടായിരിക്കും. ഒത്തിരി ഗോൾ വേണ്ട, ഒരു ഗോൾ, അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ. ഈ ഗോളിലൂടെ ഫൈനൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു സാധ്യത. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് ക്ലാരിറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞ വീൽ ഓഫ് ലൈഫിൽ കുറെ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കരിയർ ആയിരിക്കാം, ഫാമിലിയെ സംബന്ധിച്ചുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം. അപ്പൊ ഏതാണെങ്കിലും വളരെ ക്ലിയറായി ക്ലാരിറ്റിയോട് കൂടി ആ ഗോളിനെ നമുക്ക് സമീപിക്കാൻ സാധിക്കും, നിർവചിക്കാൻ സാധിക്കും. സോ അതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റൈറ്റ് ഇറ്റ് ഡൗൺ. കൃത്യമായിട്ട് നമ്മൾ എഴുതാം. മനസ്സിൽ നമ്മൾ ഒരു ഗോള് കിട്ടി, ക്ലാരിറ്റിയോടെ ഒരു ഗോള് കണ്ടെത്തിയാൽ ആ ഗോളിനെ കൃത്യമായിട്ട് എഴുതണം. എഴുതുമ്പോൾ നമുക്കവർ എഴുതുമ്പോൾ 3 സ്ഥലങ്ങളിലാണ് എഴുതുന്നത്. ഒന്ന് നമ്മൾ പേപ്പറിൽ എഴുതുന്നു, 2 നമ്മുടെ മൈൻഡിൽ എഴുതുന്നു, പിന്നെ നമ്മുടെ മനസ്സിൽ എഴുതുന്നു. അപ്പൊ ഈ 3 തലങ്ങളിൽ എഴുതുമ്പോൾ കൃത്യമായിട്ട് ആ എഴുതിയതിനെ കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം, ഒരു അവയർനെസ് കൃത്യമായിട്ട് നമുക്കുണ്ടാകും. അതനുസരിച്ച് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ചിലതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് അവിടെ ഉണ്ടാകും. കഴിവുകൾ കൂടുതലാണ്. വായിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് എപ്പോഴും എഴുതുന്നതാണ്. കാരണം മനസ്സിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ എഴുത്തുകൾ കൂടുതൽ സ്വാധീനിക്കുമെന്ന് കുട്ടികൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എഴുതിയും വരച്ചും ഒക്കെ പഠിക്കുക. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. മറ്റേ മനസ്സിൽ കേട്ട് മാത്രമല്ല, കണ്ടും കേട്ടും തൊട്ടുമൊക്കെ പഠിക്കുന്ന ഒരു രീതി എപ്പോഴും നന്നായി. ഇനി റൈറ്റ് ഇറ്റ് ഡൗൺ, വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടോ? അതാണ് വ്യക്തമായി നിർവചിക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഡൗൺ. ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. ഇങ്ങനൊരു പഠനമുണ്ട്. 3% ആളുകൾ അവരുടെ ഗോൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗോൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ 97% ആളുകളും എന്താ ചെയ്തിട്ടില്ല? ഗോളുകൾ എഴുതിയിട്ടില്ല. പകരം എന്താണ് ചെയ്യുന്നത്? ഈ 3% ആളുകൾ എഴുതിയിരിക്കുന്ന ഗോളിന് വേണ്ടി ജോലി ചെയ്യും. അപ്പൊ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഗോളുണ്ട്. ആ ഗോളാണ് നമ്മളിലൂടെ നിറവേറ്റപ്പെടുന്നത്. അതേസമയം ഒരു സെൽഫ് എംപ്ലോയി അല്ലെങ്കിൽ എന്റർപ്രണർ, അതായത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട്. ഇപ്പൊ എൻ്റെ ഗോൾ, ആ വ്യക്തിയുടെ ഗോൾ അദ്ദേഹം തന്നെ എഴുതി ചേർത്തിരിക്കുക. അങ്ങനെ എഴുതി ചേർത്തിരിക്കുന്ന ആ ഗോളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ ആ എംപ്ലോയി ഗോളിന് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: 3% വരുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ അതോ 97% ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? നമുക്ക് സ്വന്തമായി എഴുതിയ ഗോളുകളുണ്ടോ അതോ മറ്റുള്ളവരുടെ ഗോളിനെ ആശ്രയിച്ചാണ് നമ്മൾ പോകുന്നത്? ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഗോളുകൾ കൃത്യമായിട്ട് റൈറ്റ് ഇറ്റ് ഡൗൺ. തന്നെയുമല്ല, നമ്മൾ 3% ആളുകളെ പോലെ അവരുടെ ഗോളുകൾ കൃത്യമായിട്ട് എഴുതുന്നവരായിരിക്കും. ഇപ്പൊ നോക്കാം, എനിക്കൊരു കാർ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത്? എനിക്കൊരു കാർ വേണം എന്ന് പറയുന്നതിനേക്കാളും ക്ലാരിറ്റിയാണ്, അത് മാരുതി എന്ന് പറഞ്ഞ മോഡലാണ്, ഒരു കമ്പനിയാണ്, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ മോഡലാണ്, അത് ഓട്ടോമാറ്റിക് ആയിരിക്കണം, വൈറ്റ് കളർ. സോ ഇവിടെ ഗോൾ ക്ലിയറും സ്പെസിഫിക്കും മെഷറബിളും ആവുകയാണ്. കൂടുതൽ ക്ലാരിറ്റിയോടെ ഞാൻ ആ ഗോളിനെ സ്പെസിഫൈ ചെയ്യാം, ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാണ്. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാം. എൻ്റെ ആ ഗോളിൻ്റെ ലക്ഷ്യത്തെ എനിക്ക് കൃത്യമായിട്ട്, എൻ്റെ ആ ലക്ഷ്യത്തെ കൃത്യമായിട്ട് എനിക്ക് മെഷർ ചെയ്ത് നോക്കാം, അളന്ന് തിട്ടപ്പെടുത്താം. ഒരു കാർ എന്ന് പറയുന്നതിന് പകരം സ്വല്പം കൂടെ സ്പെസിഫിക് ആയിട്ട് ടയോട്ട, ഒരു ഇന്നോവ ക്രിസ്റ്റ, വൈറ്റ് കളർ ഓർ ബ്ലാക്ക് കളർ എന്നൊക്കെ നമുക്കതിനെ കൃത്യമായിട്ട് ക്ലിയറും സ്പെസിഫിക്കും മെഷറബിളുമായിട്ട് രേഖപ്പെടും. അതുപോലെ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു,
+2 കഴിഞ്ഞിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് എടുക്കുന്നു. മാത്സ് വിഷയമാക്കിയെടുത്ത് എഞ്ചിനീയറിംഗ് എടുക്കുന്നു. എവിടെ പഠിക്കണം? IIT പഠിക്കണം. ഏത് IIT? IIT ഡൽഹി പഠിക്കണം. ദെൻ അവിടെ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. ഇനി അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ ജോബും ഉണ്ടായിരിക്കും. സോ നമ്മളുടെ ഗോൾ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് മെഷറബിൾ ആയിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യാം. മറ്റൊരു എക്സാമ്പിൾ, ഞാനൊരു സ്കൂൾ സെലക്ട് ചെയ്യുന്നു. ആ സ്കൂളിൽ നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, അച്ചടക്കമുള്ള സ്കൂളായിരിക്കണം, നല്ല ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റുകൾ അവിടെ ഉണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ നിന്നുള്ള ട്രാവൽ മിനിമം ആയിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ ക്ലിയർ സ്പെസിഫിക് മെഷറബിൾ ആയിട്ടുള്ള ഗോളുകൾ. സോ ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഗോളുകളൊക്കെ സ്മാർട്ടാകണം. സ്മാർട്ട് വർക്കാണ് ഇപ്പോൾ ആവശ്യം, ഹാർഡ് വർക്കല്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ ചില സ്മാർട്ട് ഗോൾസ്, SMART എന്നുള്ളതിന് നമുക്ക് ഓരോന്നിനും പേര് കൊടുക്കാം. S ഫോർ സ്പെസിഫിക്, മെഷറബിൾ. മെഷറബിൾ വെച്ചാൽ ഓരോ ഇന്റർവെല്ലിലും ഞാൻ ആ ഗോളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഫാന്റസി അല്ല, റിയാലിറ്റി. ദെൻ അച്ചീവബിൾ, എനിക്ക് പറ്റുന്ന ഗോളായിരിക്കും. അവിടെയാണ് ഗോൾ സെറ്റിങ്ങിന്റെ പ്രത്യേകത. എനിക്ക് പറ്റാത്തൊരു ഗോൾ കൊണ്ട് ഞാൻ ഈ ജീവിതം മുഴുവൻ നടന്നിട്ട് കാര്യം. എനിക്ക് പറ്റുന്നതായിരിക്കും, എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ റിയലിസ്റ്റിക്, പ്രായോഗിക തലത്തിൽ അതെനിക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. ദെൻ ടൈമിൽ, സമയബന്ധിതമായി കൃത്യമായ സമയത്ത് എത്തുന്നതായിരിക്കും. അപ്പം എപ്പോഴും ഒരു സ്മാർട്ട് ഗോൾ ആയിരിക്കണം നമുക്കുള്ളത്. അപ്പോൾ ഗോൾ ഏതാണെങ്കിലും 3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്നൊരു സ്കൂൾ സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പിന്നെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഒരു കാർ സെലക്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇവിടെയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്മാർട്ട് ഗോളുകളായിരിക്കും. ദെൻ 3 കാര്യങ്ങളാണ് ഒരു ഗോൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഡ്രീം ബിഗ്. 2, സെറ്റ് ഗോൾസ്, ടേക്ക് ആക്ഷൻ. എന്താണ് ഡ്രീം ബിഗ്? ഡ്രീം ബിഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഗോളിനെ നമ്മുടെ ബോധ മനസ്സിൽ കൂടെയല്ല, ഉപബോധമോ അല്ലെങ്കിൽ അബോധ മനസ്സിലൂടെ സാധിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരുക്കണം. നമ്മൾ ബോധ മനസ്സ് എപ്പോഴും തടസ്സം നൽകുന്നത്, അതിൻ്റെ റിയാലിറ്റി ആയിട്ട് ചെക്ക് ചെയ്യും. പക്ഷെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഫാന്റസിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് സത്യമാണോ, നടക്കാത്തതാണോ, നടക്കുന്നതാണോ എന്നൊന്നും സബ് കോൺഷ്യസ് മൈൻഡ് അന്വേഷിക്കുന്നില്ല. അതിനൊരു ലക്ഷ്യം കൊടുത്താൽ ആ ലക്ഷ്യത്തിലേക്ക് അത് എത്തും. അതാണ് ഉപബോധ മനസ്സിന്റെ പ്രത്യേകത. പലപ്പോഴും എന്തെങ്കിലും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് ഉപബോധ മനസ്സിൽ കൂടുതൽ ആഗ്രഹം ജനിച്ചിട്ടാണ്. ബോധ മനസ്സിനറിയാം അതൊന്നും ശരിയല്ല, പക്ഷെ ഉപബോധ മനസ്സ് എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഉപബോധ മനസ്സ് നിർബന്ധിക്കുന്ന രീതിയിലുള്ള ഡ്രീംസ് നമ്മൾ കാണാൻ പഠിക്കാം. അത് എക്സ്പീരിയൻഷ്യലായിട്ട് മാറും. അതിനൊരു മെത്തഡാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. അതിനൊരു രീതിയാണ് നമ്മൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മളുടെ ഗോള് കൂടുതൽ കളർഫുള്ളായി മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ കളർഫുള്ളായി എന്തൊക്കെ ആ ഗോളിലുണ്ടോ, നമ്മൾ കാറിനെ കുറിച്ച് പറഞ്ഞു, ആ കാറിന്റെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഗോളിനെ കാണാൻ സാധിക്കും. അങ്ങനെ ഗോളിനെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഗോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു വരും. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നിർബന്ധിച്ചുകൊണ്ടിരിക്കും ആ ഗോളിലേക്ക് എത്തണം, ഗോളിലേക്ക് എത്തണം. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പില്ലോയോട് ഒരു സംസാരം, പില്ലോ ടോക്ക്, രാവിലെ 5 മണിക്ക് എനിക്ക് എഴുന്നേൽക്കണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൃത്യമായിട്ട് നമ്മൾ എഴുന്നേൽപ്പിക്കും. പില്ലോ അല്ല എഴുന്നേൽപ്പിക്കുന്നത്, പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ വൺ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ എഴുന്നേൽപ്പിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്തു തീർക്കും. നമ്മുടെ ഗോളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചിട്ടുള്ള ആ ലിസ്റ്റുകൾ, ടു ഡു ലിസ്റ്റ് എന്ന് പറയും, ഈ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട എല്ലാ ലിസ്റ്റുകളെയും നമുക്ക് ക്രമീകരിക്കാം. അങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. മറ്റൊരു മെത്തഡാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ്. എൻ്റെ വീട് എങ്ങനെയായിരിക്കണം, ഞാനൊരു വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്തു, ഓരോ മുറികളും എന്തായിരിക്കും, അതിൻ്റെ പ്രത്യേകതകളെല്ലാം നമുക്കൊരു ബോർഡിൽ കൃത്യമായിട്ട് വരച്ച് അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് ഒട്ടിച്ച് വെക്കാം. അതുകൊണ്ട് എപ്പോഴും നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാം. എൻ്റെ ഡ്രോയിങ് റൂം ഇങ്ങനെയായിരിക്കണം,
എൻ്റെ കിച്ചൺ എങ്ങനെയായിരിക്കും, എൻ്റെ സ്റ്റഡി റൂം എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫ്രണ്ട് എങ്ങനെയായിരിക്കും, അതിന് ഇന്ന ഫ്ലവർ വൈസുകൾ ഉണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് വിഷൻ ബോർഡിലൂടെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്യും. അപ്പം ഇത് സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ പവർഫുൾ ആക്കും. സബ് കോൺഷ്യസ് മൈൻഡ് പവർഫുൾ ആകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? കോൺഷ്യസ് മൈൻഡിനെ, നമ്മുടെ ശരീരത്തെ അത് കൂടുതൽ കൂടുതൽ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. ഇതും മറ്റൊരു എക്സാമ്പിളാണ്. ഒരു കമ്പനിയിൽ എന്തൊക്കെ വേണം, എൻ്റെ കമ്പനിയിൽ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഏതൊക്കെ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതുപോലെ സ്റ്റിക്കി പേപ്പർ ഉപയോഗിച്ച് നമ്മളുടെ ഗോളുകൾ അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള വഴികൾ നമുക്ക് എഴുതാം. ഇതെല്ലാം വിഷൻ ബോർഡ് എന്ന് പറയും. അപ്പോൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ് വിഷൻ ബോർഡ്. അപ്പോൾ നമ്മുടെ സ്വപ്നം ഏതാണ്? കരിയർ, അല്ലെങ്കിൽ ഒരു വാഹനം, അല്ലെങ്കിൽ നമ്മുടെ ജോബ്, അല്ലെങ്കിൽ നമ്മുടെ ഹൗസ്, എന്താണോ നമ്മുടെ സ്വപ്നം, ആ സ്വപ്നത്തെ ഇതുപോലെ വിഷൻ ബോർഡിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കാണാവുന്ന രീതിയിൽ ഇത് ഭിത്തിയിൽ പ്ലേസ് ചെയ്യും. അതെപ്പോഴും നമ്മുടെ കണ്ണുകൾ അതിലേക്ക് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പവർ കൊടുക്കും. ഇതെല്ലാം എനിക്ക് നേടേണ്ടതാണ്. അങ്ങനെ നേടേണ്ട ആ കാര്യങ്ങളെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ ശരീരത്തോട് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ കോൺഷ്യസ് മൈൻഡിനോട്, ബോധ മനസ്സിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നും, അല്ലേ? ഒരു നാരങ്ങ തിന്നുന്ന ഒരു കുട്ടിയുടെ മുഖം. ഇത് സ്വല്പം നേരം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നാരങ്ങയുടെ രുചി നമ്മുടെ വായിലും ഉണ്ടാകും. നമ്മുടെ വായിലും വെള്ളം മൂടും. ആ പുളിരസം നമുക്കുണ്ടാകും. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിന്റെ രുചി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. കോൺഷ്യസ് മൈൻഡ് നമുക്കറിയാം, ഇത് ഞാനിപ്പോൾ നാരങ്ങ കഴിക്കുന്നില്ലെന്നും ഇത് വെറും പടമാണെന്നും ഈ ചിത്രത്തിലൂടെ കാണുമ്പോഴൊന്നും എനിക്ക് നാരങ്ങയുടെ രുചി കിട്ടത്തില്ലെന്നൊക്കെ അറിയാമെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി കൊണ്ട് എൻ്റെ വായിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളമുണ്ട്. ഇത്രയും പവർഫുൾ ആണ് വിഷ്വലൈസേഷനെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കുട്ടിയുടെ കണ്ണ്, മൂക്ക്, അതിൻ്റെ ചുണ്ട്, നാരങ്ങയുടെ കളറ് എല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വായിൽ വെള്ളം ഓടുന്നുണ്ട്. എൻ്റെ അർത്ഥം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ കാര്യം കൃത്യമായിട്ട് ഒരു പിക്ചറിലൂടെ നമുക്ക് പ്രസന്റ് ചെയ്താൽ റിയൽ ലൈഫിൽ പ്രസന്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഇത്രപ്പെട്ടത്. നമ്മുടെ ഗോളിലേക്ക് നമ്മൾ ക്രിയേറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ കൂടി, ഡ്രീം ബിഗ്, സെറ്റ് ഗോൾസ് ആൻഡ് ടേക്ക് ആക്ഷൻ. എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്യണം. ഡ്രീം ബിഗ്. നമ്മൾ പോയത് സ്മാർട്ട് ഗോളാണ്. അപ്പോൾ നമ്മുടെ ഗോൾ ആദ്യം സെറ്റ് ചെയ്യണം. ഗോളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നീഡ് എ കാർ. എന്തൊക്കെ വേണം? ക്ലിയർ, സ്പെസിഫിക്, മെഷറബിൾ ആയിരിക്കണം. വ്യക്തമായിട്ട് നിർവചിക്കണം. 3% ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ഗോൾ വ്യക്തമായിട്ട് നിർവചിക്കണം. 97% ആളുകൾ ചെയ്യുന്നത് പോലെ 3%ന്റെ പുറകെ പോവുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയുള്ള ഗോളായിരിക്കണം. സോ ക്ലാരിറ്റിയുള്ള ഗോളായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? റൈറ്റ് ഡൗൺ ചെയ്യണം. പിന്നെ 3% ആളുകളെ പോലെ ആ ഗോൾ റൈറ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ കൃത്യമായിട്ട്, ക്ലിയർ ആയിട്ട്, സ്പെസിഫിക് ആയിട്ട്, മെഷറബിൾ ആയിട്ട് നമ്മൾ ആ ഗോളിനെ കാണണം. വിത്ത് എല്ലാ ഫീച്ചേഴ്സ്, ഓൾ ഫീച്ചേഴ്സോട് കൂടി കഴിയും. അതുപോലെ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എവിടെ പഠിക്കണം, എന്തിന് പഠിക്കണം, പ്ലേസ്മെന്റ് കിട്ടണമോ, ജോബ് ഏതാണെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ഒരു സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഇറക്കമുള്ള സ്കൂളാണോ, നല്ല ടീച്ചേഴ്സ് ഉണ്ടോ, നല്ല സബ്ജക്റ്റ് ആണോ, എനിക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ഉണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യണം. ഇങ്ങനെ സ്മാർട്ടായിട്ട് ഗോളിനെ നമ്മൾ വിലയിരുത്തണം. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈംലി ആയിരിക്കണം. സോ ഡ്രീം ബിഗ്. ഇപ്പൊ ഡ്രീം ബിഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത്, ഡ്രീം ബിഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടൂൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ആണ്. ആ ഗോളിനെ കുറിച്ച് എന്തൊക്കെ, അതിനെ കുറിച്ചുള്ള ശബ്ദങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാഴ്ചകൾ, അതിനെ കുറിച്ചുള്ള ഫീലിങ്സ് എല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് അത് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടതാണെന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അകത്തിരുന്ന് നമ്മളോട് പറയും, പൊക്കോളൂ, ആ ഗോളിന്റെ പുറകെ പോകൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രോത്സാഹനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഗോളിന്റെ അടുത്തേക്ക് നടന്നേ. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വിഷൻ ബോർഡ്സ്. എൻ്റെ വീടിനെ കുറിച്ച് ഞാനൊരു വിഷൻ ബോർഡ് തയ്യാറാക്കി, ഒരു വലിയ ബോർഡ്. ആ ബോർഡിൽ ഓരോ മുറികൾ എങ്ങനെയായിരിക്കണം, ഓരോ മുറികളുടെ പ്രത്യേകതകൾ എന്തായിരിക്കണം, ഫ്രണ്ട് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ വെക്കുകയാണ്. അപ്പോൾ വീട് വെക്കാൻ തുടങ്ങുമ്പോൾ ഇത് വെക്കുമ്പോൾ
നാച്ചുറലായിട്ട് ഈ രീതിയിലുള്ള ഒരു മോഡൽ, ഒരു പക്ഷേ ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് വന്നെന്നിരിക്കാം. എങ്കിലും എൻ്റെ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വീട്ടിലേക്ക് കടന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും വിഷൻ ബോർഡിൻ്റെ സഹായത്തോടെ നമുക്ക് ആ വിഷനെ കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ കുറിച്ചിടാം. എവിടെയാണ് കുറിക്കുന്നത്? സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉപബോധ മനസ്സിൽ. ഉപബോധ മനസ്സിൽ കുറിക്കുന്ന കാര്യങ്ങളെ നമ്മളറിയാതെ തന്നെ അത് സ്വയം ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളറിയാതെ ആ ഡയറക്ഷനിലേക്ക് നീങ്ങും. പക്ഷെ ബോധ മനസ്സിൽ അങ്ങനെ കഴിവില്ല. ബോധ മനസ്സ് എപ്പോഴും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. പറ്റത്തില്ലെന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എത്തും, നിനക്ക് പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിന് മുമ്പിൽ നിൽക്കുന്ന പേരമരത്തിൽ കയറാൻ നമ്മളോട് ആരും പറയണ്ട. അതേസമയം തെങ്ങിൽ കയറാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ബോഡി സമ്മതിക്കത്തില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് പറയും, നീ ഇന്ന് വരെ തെങ്ങിൽ കയറിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തെങ്ങിൽ കയറാൻ പറ്റത്തില്ല. അതേസമയം പേരമരത്തിൽ നമ്മൾ കൊച്ചുകാലം മുതലേ കയറുന്നതുകൊണ്ട് സബ് കോൺഷ്യസ് ചാടി കയറിക്കോ, ഓടി കയറിക്കോ. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, ഈ പിക്ചർ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വായിൽ സലൈവായി വരുന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ്റെ പവർ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, സോ വൺസ് അഗൈൻ ഡ്രീം ബിഗ്, സെറ്റ് ഗോൾസ്, ടേക്ക് ആക്ഷൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് റൈറ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഗോളിനെ വിഷ്വലൈസ് ചെയ്തു, മനസ്സിലാക്കി. ഇനി നമ്മൾ അതിനെ റൈറ്റ് ഡൗൺ ചെയ്യണം. ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം, വീണ്ടും റൈറ്റ് ഡൗൺ ചെയ്യും. റൈറ്റ് ഡൗൺ ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് പ്രായോഗികമല്ല നമുക്ക് തോന്നുന്നത്. പ്രായോഗികമല്ലെങ്കിൽ വീണ്ടും വിഷ്വലൈസേഷനിൽ കടന്നു പോകണം. യഥാർത്ഥത്തിൽ പോയി കാണണം. നമ്മുടെ IAS കാരനാണ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടർ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കാണാൻ പോലീസ് IAS കാരുടെ റിസോഴ്സസ്, അദ്ദേഹത്തിൻ്റെ വണ്ടി കാണണം, അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം കാണണം. ഒരു കളക്ടർ ആകണം. കളക്ടറേറ്റിൽ പോയി നമ്മൾ കളക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം, ആ വ്യക്തിയുടെ മൂവ്മെന്റ്സ് അറിയണം, മോഡലാക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ചെയ്യണമെന്ന് തോന്നും. റൈറ്റ് ഡൗൺ, എന്നിട്ട് ആ ഫീച്ചേഴ്സ് എല്ലാം റൈറ്റ് ഡൗൺ ചെയ്യും. അഗെയിൻ ടേക്ക് ആക്ഷൻ. ഈ 2 സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആക്ഷനിലൂടെ പതുക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് ആക്ഷനിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ എപ്പോഴും ഗോൾ സെറ്റിംഗ് വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും വിഷ്വലൈസേഷൻ ആവശ്യമാണ്. രണ്ട്, റൈറ്റ് ഡൗൺ ആവശ്യമാണ്. വീണ്ടും ആക്ഷൻ ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ആ സ്വപ്നത്തെ മനോഹരമായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഔട്ട്കമായി, ഒരു ലക്ഷ്യമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. സോ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം വളരെ ക്രിയാത്മകമായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോൾ സെറ്റിംഗ് സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ എല്ലാ ഗോളുകളും ക്ലിയർ ആണോ എന്ന് പരിശോധിക്കുക, എഴുതി നോക്കുക. ക്ലിയർ ആണെന്ന് തോന്നിയാൽ ക്രിയേറ്റീവ് വിഷ്വൽസിലേക്ക് പോവുക, വിഷൻ ബോർഡ്സ് ഉണ്ടാക്കുക. അതിനുശേഷം അതിനെ കൃത്യമായിട്ട് ആക്ഷൻ പാർട്ടിലേക്ക് കൊണ്ടുവരിക, റൈറ്റ് ഡൗൺ ചെയ്യുക, ആക്ഷൻ പാർട്ടിലേക്ക് കൊണ്ടുവരിക. ആ ഡ്രീം ഒരു റിയാലിറ്റി ആയി മാറാൻ നമ്മുടെ ഉപബോധ മനസ്സിനെ കൂടുതൽ പവർ. സോ താങ്ക് യു വെരി മച്ച്. സീ യു.